ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുപോലെ ന്യൂമറോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടാരോട്ട് കാർഡ് റീഡർ ഓർ ന്യൂമറോളജിസ്റ്റ് അബിത ജോസ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആർക്കെങ്കിലും ടാരോട്ട് കാർഡ് റീഡിംഗ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ന്യൂമറോളജി കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ കോൺടാക്ട് മീ. എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളാണ്, കോമൺ ട്രൈറ്റ്സ് ആണ്. സപ്പോസ് നിങ്ങളുടെ ജനനം 25/2/1997 ആണെന്നിരിക്കട്ടെ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടോട്ടൽ നമുക്ക് ബർത്ത് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. 25, അതായത് നിങ്ങൾ ജനിച്ച ദിവസം. 2+5 എന്ന് പറയുന്നത് 7 ആണ്. സോ നിങ്ങളുടെ ബർത്ത് നമ്പർ ആസ് പെർ ന്യൂമറോളജി 7 ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും 7-ാം തീയതി ജനിച്ച ഒരാളുടെയും 16-ാം തീയതി ജനിച്ച ഒരാളുടെയും 25-ാം തീയതി ജനിച്ച ഒരാളുടെയും ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 7 എന്ന സംഖ്യ അസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കേതുവുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യയാണ്. കേതു എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ പേരുടെ മുഖം ചുളിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴേ. അയ്യോ, കേതുവുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യയാണോ, കേതു അങ്ങനെയാണ് ഇങ്ങനെയാണ് വളരെ ഭീകരനാണ് എന്നൊക്കെ കുറച്ച് മിഥ്യാധാരണകൾ ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കേതുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും രാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും ശനിയെക്കുറിച്ച് കേൾക്കുമ്പോഴും സത്യത്തിൽ അങ്ങനെയെല്ലാം പറയേണ്ട കാര്യമില്ല. എല്ലാ നമ്പേഴ്സിനും അതിൻ്റെ പോസിറ്റീവ് ട്രേറ്റ്സും ഉണ്ട്, നെഗറ്റീവ് ട്രേറ്റ്സും ഉണ്ട്. സോ ബാക്ക് ടു അവർ ടോപ്പിക്. 7-ാം തീയതി ജനിച്ചവരുടെയും 16-ാം തീയതി ജനിച്ചവരുടെയും 25-ാം തീയതി ജനിച്ചവരുടെയും ബർത്ത് നമ്പർ 7 ആണ്. 7 ഈസ് റിലേറ്റഡ് ടു കേതു. പൊതുവെ ഈ തീയതികളിൽ ജനിച്ച ആളുകൾ വളരെ ഇൻട്രോവേർട്ടായിരിക്കും, വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഇൻട്രോവേർട്ട് ഇൻ ദ സെൻസ് അവർ വളരെ സോഷ്യൽ ആയിട്ടുള്ള ആളുകളായിരിക്കത്തില്ല. ഒരുപാട് കൂട്ടുകാരുണ്ടാവുക, എപ്പോഴും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കുക, അങ്ങനെയൊന്നുമില്ല. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രം, അതായത് വിരലിലെണ്ണാവുന്ന രീതിയിലുള്ള വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരിക്കും പൊതുവെ ഈ തീയതികളിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല, പൊതുവെ ഈ തീയതികളിൽ ജനിച്ച ആളുകൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇൻ്റലിജൻ്റ് ഇൻ ദ സെൻസ് അവർ ഒരു വിഷയത്തെപ്പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ റിസർച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡുകളിലെല്ലാം പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശോഭിക്കാനും സാധ്യതയുള്ള ആളുകളാണ് ഈ കൂട്ടർ. ഇവർ പൊതുവെ ആളുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധ, മാക്സിമം, കുറച്ചൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല, മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ എന്താ പറയുക, വിവാഹത്തിന് എത്തുന്ന സമയത്ത് ഈ കൂട്ടർ പൊതുവെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ ചൂസി ആയിരിക്കും. അവർ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ആളിങ്ങനെ ആയിരിക്കണം, സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ധാരണ മനസ്സിൽ വച്ചിട്ടുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും ജനറലായിട്ട്, ബട്ട് സ്റ്റിൽ ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇവർ അത്ര പെട്ടെന്നൊന്നും ഒരാളെ തൻ്റെ ലൈഫിലോട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളല്ല. സോ അത് മാത്രമല്ല, പക്ഷേ എന്തൊക്കെ രീതിയിൽ ഇവർ ചൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നാലും വിവാഹം കഴിക്കുമ്പോൾ ഇവർ വളരെ എന്താ പറയുക, ഇവരുടെ ക്യാരക്ടറിൻ്റെ ഒരു മെയിൻ സ്പെസിഫിക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൊതുവെ വളരെ ലോയലാണ്. ചെയ്യുന്ന കാര്യത്തോടും ശരി, അതിപ്പോൾ പേഴ്സണൽ ആവട്ടെ പ്രൊഫഷണൽ ആവട്ടെ എന്ത് കാര്യത്തിലും വളരെ ലോയലായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ഫേമസ് ക്രിക്കറ്റർ MS ധോണി, അദ്ദേഹത്തിൻ്റെ ജനനസംഖ്യ ബർത്ത് നമ്പർ 7 ആണ്. സോ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ ലോയലായിട്ടുള്ള ആളുകളാണ് പൊതുവേ ഈ ബർത്ത് നമ്പർ 7 ഉള്ള ആളുകൾ. വളരെ നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാണ് പൊതുവെ. ഒന്നുകിൽ ഈ തരത്തിലുള്ള ആളുകൾക്ക് ഇവർക്ക് റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും. സോ അതിനുമുള്ള നല്ല സാധ്യതകളുണ്ട് ഈ 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചിട്ടുള്ളവർക്ക്. വളരെ എന്താ പറയുക, ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രാർത്ഥന, അവരുടെ വിശ്വാസങ്ങൾ, അതൊക്കെ അവർക്ക് വളരെ അതൊക്കെ വളരെ പ്രയോറിറ്റിയിൽ കൊണ്ടുവരുന്ന ആളുകളാണ് അവരുടെ ലൈഫിൽ. സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്പിരിച്വാലിറ്റിയിലോട്ട് തിരിയാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. വളരെ നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. സോ കംപ്ലീറ്റ്ലി ഇവരൊരു നല്ല രീതിയിലുള്ള ഒരു നാച്ചുറൽ ടീച്ചേഴ്സാണ്, ലീഡേഴ്സാണ്, സ്പിരിച്വൽ ടീച്ചേഴ്സാണ്.
ഇനി ഇവരുടെ മറ്റൊരു കഴിവ് എന്താണെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇവർ വളരെ ക്രിയേറ്റീവ് ആണ്. ക്രിയേറ്റീവ് ഇൻ ദ സെൻസ് ഇവർക്ക് നല്ല രീതിയിലുള്ള ഇമാജിനേഷൻ പവർ ഉണ്ട്. ഓക്കെ, പൊതുവെ 2, 11, 29 അങ്ങനെയുള്ള തീയതികൾ, 3 റിലേറ്റ് ചെയ്തിട്ടുള്ള തീയതികളിൽ ജനിച്ചവരുമായിട്ട് ബർത്ത് നമ്പർ, അതായത് ബർത്ത് നമ്പർ 2 എന്നായിട്ട് ജനിച്ച ആളുകളുമായിട്ട് ചെറിയൊരു ബന്ധം ഇവർക്ക് സത്യത്തിലുണ്ട്. ഇവർക്ക് നല്ല രീതിയിൽ ഇമാജിനേഷൻ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ ഈ കൂട്ടർക്ക് സാധിക്കും. വളരെ നല്ല റൈറ്റേഴ്സാണ് ഇവർ. സോ എന്താ പറയുക, അവരുടെ സ്വന്തം വേൾഡിൽ തന്നെ അവർ ഇരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ തൻ്റെ ക്രിയേറ്റിവിറ്റി എന്താ പറയുക മാക്സിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ മറ്റൊരു ഗുണവും ദോഷവും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്നവരുടെ അടുത്ത്, സ്നേഹിക്കുന്നവരുടെ അടുത്ത് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഈ കൂട്ടർക്കുണ്ടാവും. ഓൾറെഡി പറഞ്ഞല്ലോ, പെട്ടെന്നൊന്നും ഈ കൂട്ടർ ഒരാളെ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രീം ലെവലിലുള്ളൊരു വിശ്വാസമായിരിക്കും ഈ കൂട്ടർക്ക്. അറ്റാച്ച്മെൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും അങ്ങനെ ഉള്ളവരുടെ അടുത്ത്. സോ അത് പലപ്പോഴും ഇവർക്ക് ജീവിതത്തിൽ പാരയാവാറുണ്ട്. സോ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, സാഹചര്യങ്ങൾ മാറും. സാഹചര്യങ്ങൾ മാറുന്ന അനുസരിച്ച് ഇവർ വിശ്വസിക്കുന്നവർ ഇവരെ തിരിച്ചു കൊത്താനൊക്കെ ഉള്ള ചാൻസ് ലൈഫിലുണ്ട്. സോ അമിതമായിട്ട് ഒരാളുടെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കുന്നതാണ് നല്ലത്. ഓൾറെഡി ഈ കൂട്ടർ വളരെ ചൂസിയാണ്, വളരെ സൂക്ഷിച്ചാണ് കൂട്ടുകാരെയും മറ്റെല്ലാം സെലക്ട് ചെയ്യുന്നതെങ്കിലും ഇവർ കൊടുക്കുന്ന അത്ര ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർ വളരെ ലോയലാണ്. അത്രയും തിരിച്ച് ചിലപ്പോൾ ഇവർക്ക് തിരിച്ച് കിട്ടണമെന്നില്ല ലൈഫിൽ. സോ അങ്ങനെയുള്ള സാഹചര്യം എത്തുന്ന സമയത്ത് ഇവർക്ക് വളരെ എന്താ പറയുക, വിശ്വസിച്ചവർ ചതിക്കുമ്പോഴുണ്ടാവുന്നൊരു വേദന ഉണ്ടല്ലോ, അത് വളരെ തീവ്രമായിരിക്കും ഈ കൂട്ടറിൽ. കാരണം അവർ വിശ്വസിക്കാനായി അവർ തിരഞ്ഞെടുക്കുന്നത് അത്രയും ചിന്തിച്ചിട്ടാണ്. സോ അത്രത്തോളം ഡീപ്പായിട്ട് ഇവർ ഡിപ്രഷനിലൊക്കെ പോകാനൊക്കെ ഉള്ള സാധ്യത ഈ കൂട്ടർക്കുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വളരെയധികം ആലോചിച്ച് തന്നെയാണ് ഇവർ ആളുകളെ സെലക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ. ബട്ട് സ്റ്റിൽ അറ്റാച്ച്മെൻറ്റ് ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ കൂട്ടർക്ക്. ഇനി ഇവരുടെ എടുത്തു പറയേണ്ട മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഇൻറ്റ്യൂഷൻ പവർ ഈ കൂട്ടർക്കുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒന്നുകിൽ വളരെ റിലീജിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിരിക്കാം. സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലും ഇപ്പോൾ അസ്ട്രോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ന്യൂമറോളജി, ടാരോട്ട് റീഡിങ്, സോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് ഈ കൂട്ടർ. സോ എന്താ പറയുക, ഇവർ വളരെ ഇൻറ്റ്യൂഷൻ പവർ ഇവർക്കുണ്ട്. നാളെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നിട്ടറിയാനുള്ള, നമ്മൾ ഈ എന്താ പറയുക സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയാറില്ലേ, സോ അത്തരത്തിലുള്ള ഒരു കഴിവ് ജന്മന ഈ കൂട്ടർക്കുണ്ട്. അതൊരു ഗോഡ്സ് ഗിഫ്റ്റാണ് ഇവർക്കുള്ള. സോ ആ പവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഇവർ വളരെ നല്ല സ്പിരിച്വൽ ടീച്ചേഴ്സാണ്. വളരെ സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ വളരെ നല്ല കയറി വരാനൊക്കെ ഉള്ള നല്ല സാധ്യതയുണ്ട്. ആ ഫീൽഡിൽ തന്നെ വളരെ നല്ല രീതിയിൽ എന്താ പറയുക ശോഭിക്കാനുള്ള നല്ല സാധ്യതകൾ ഈ കൂട്ടർക്കുണ്ട്. ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ലോകത്തിൽ ഞാനും എൻ്റെ സ്വപ്നങ്ങളും മാത്രം അങ്ങനെയുള്ള രീതിയിൽ സ്വന്തം വേൾഡിൽ ഒതുങ്ങി നിൽക്കാതെ കുറച്ചുകൂടെ ഒന്ന് സോഷ്യലൈസ് ചെയ്ത് കുറച്ചുകൂടെയൊക്കെ അറ്റാച്ച്മെൻറ്റ്, മറ്റുള്ളവരുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുറച്ച് വരികയാണെങ്കിൽ ഈ കൂട്ടർക്ക് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ തന്നെ ലോകം കണ്ടിട്ടുള്ള എന്താ പറയുക വളരെ നല്ലൊരു സയൻറ്റിസ്റ്റ് ലെവലിൽ വരെ എത്താൻ സാധ്യത ഉള്ള കൂട്ടരാണ് ഈ തീയതികളിൽ ജനിച്ചവർ. കാരണം അതിനുള്ള കഴിവ് ദൈവം ജന്മന ഇവർക്ക് നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 എന്ന് പറയുന്നത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു നമ്പറാണ്. ആസ് പെർ പൈതഗോറിയൻ ന്യൂമറോളജി 7 എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ നമ്പറാണ്. ആൻഡ് വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളാണ്, വളരെ നല്ല ടീച്ചേഴ്സാണ്, വളരെ നല്ല റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്ത് കാര്യവും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ എന്ത് കാര്യങ്ങളിലും ഡീപ്പായിട്ട് പഠിക്കാൻ ഒരു മടിയും കൂടാതെ മുന്നിട്ട് വരുന്ന ആളുകളാണ്. അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള ആളുകളാണ് ഈ കൂട്ടർ. സോ അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ കൂട്ടർക്കുണ്ട്. ദൈവസിദ്ധമായിട്ട്, അതായത് ജനിച്ചപ്പോഴേ ഇവർക്ക് നല്ല രീതിയിലുള്ള ഇൻറ്റ്യൂഷൻ പവറും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക.
സോ മാക്സിമം മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത്, ഇവരിച്ചിരി ഓവർ തിങ്കിങ് ഉള്ള ആളുകളാണ്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഓവർ തിങ്കിങ് നല്ല രീതിയിലുണ്ട്. പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ നമ്മൾ ചിന്തകൾ കൂടുന്നത്. നമ്മൾ മാക്സിമം സോഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളും മനസ്സിലെ ഭാരവും എല്ലാം കുറയും. പക്ഷേ ഇവരെപ്പോഴും അവരുടേതായിട്ടുള്ള വേൾഡിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഓവർ തിങ്കിങ് വളരെ നല്ല രീതിയിൽ ഈ കൂട്ടർക്കുണ്ട്. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്പർ 7-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെന്ത് കൂടിപ്പോവും. നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ആക്ച്വലി പറഞ്ഞ് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്ച്വലി വീഡിയോയുടെ ലെന്ത് നല്ല കൂടിപ്പോവും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഓൾറെഡി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം അമിത ജോസ്.